ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അടയാണ്. അത് പാക്കറ്റ് അടയാണ്, നമ്മൾ കടയിൽ കിട്ടുന്നത്. മട്ട അരിയുടെ അടയാണ് എടുത്തേക്കുന്നത്. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 2 കപ്പാണ് പഞ്ചസാര വേണ്ടത്. നല്ല മധുരം വേണമെങ്കിൽ ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് എടുക്കാം പഞ്ചസാര. ഫസ്റ്റ് നമുക്ക് ഈ അടയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന അട ആഡ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. നമ്മുടെ അട കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ? കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് അരിച്ച് എടുക്കണം. ഇതാണ് നമ്മൾ കുക്ക് ചെയ്ത് 2 മിനിറ്റ്സ് മതി ഇത് കുക്കാവാനായിട്ട്. ഇനി ബാക്കിയുള്ളത് നമ്മുടെ പാലിലിരുന്ന് നന്നായിട്ട് കുക്കായിട്ട് വരും. ഇനി നമുക്ക് പഞ്ചസാര നമ്മുടെ ഉരുളിയിലേക്ക് ഇടാം. നമ്മൾ ഉരുളിയിൽ കുറച്ച് പഞ്ചസാര എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉരുളിയിൽ പഞ്ചസാര ഇട്ടത് കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മെല്ലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1 ലിറ്റർ പാല് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യം പഞ്ചസാര അടിയിലിട്ടത് നല്ല കട്ടയായിട്ടിരിക്കുന്നുണ്ടാവും, ഒന്നും പേടിക്കണ്ട. ഇതിങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും മെല്ലെ ഇത് കുറുകി വന്നോളൂ കേട്ടോ. അല്ല, കട്ട ഉണ്ട് അടിയിൽ, അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇതിങ്ങനെ മെല്ലെ ചൂടാക്കി എടുക്കാം. നമ്മുടെ പാലെല്ലാം ചൂടായി വരുന്നുണ്ട്, കണ്ടോ? ഒരു പിങ്ക് കളറിൽ വന്നുണ്ടോ? ഇനി നമുക്ക് കുറച്ചിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ല, പിങ്ക് കളറിൽ വരും. ഇനി ബാക്കിയുള്ള പഞ്ചസാര കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്യണം. നമ്മുടെ ഗ്യാസ് സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. നല്ലോണം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ കുറച്ച് നമ്മുടെ പാലിങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇപ്പം അട, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നല്ലോണം ഇപ്പം ഇത്തിരി വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്താൽ മതി. നമ്മുടെ പിങ്ക് കളറിലുള്ള പാലട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ഈ പാലട ഉണ്ടാക്കാൻ 20 to 25 മിനിറ്റ്സ് ആണ് നമ്മൾ എടുത്തത് കേട്ടോ. ഇനി ഇത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പിങ്ക് പാലട റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു 20 to 25 മിനിറ്റ്സ് മാക്സിമം നമുക്ക് മതി. അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസിയാണ്. ഇതിനകത്ത് നമ്മുടെ ഏലക്കയുടെ ഫ്ലേവറോ കാഷ്യൂവോ കിസ്മിസോ ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യില്ല. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാനാണ് നല്ല ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.